അഭിമന്യ തിരുമേനി, വന്യ വൈദിക ശ്രേഷ്ഠരെ, തീർത്ഥാടകരായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളതായ വിശ്വാസികളുടെ സമൂഹമേ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, നഴ്സിംഗ് വിദ്യാർത്ഥികൾ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ പരിമല തിരുമേനിയുടെ പെരുന്നാളിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്ന 6 ദിവസം നീണ്ടു നിൽക്കുന്നതായ കൺവെൻഷന്റെ 5-ാം ദിവസത്തിലാണ് നാം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അനുഗ്രഹിക്കപ്പെട്ട ദൂത് നമുക്ക് ലഭിക്കുകയുണ്ടായി. പരിശുദ്ധ തിരുമേനിയുടെ വിശുദ്ധി നിറഞ്ഞ ജീവിതത്തിലൂടെ യാത്ര ചെയ്യുവാനും നമ്മുടെ ജീവിതം ആ ജീവിതത്തോട് ചേർത്ത് വെച്ച് ചിന്തിക്കുവാനും വലിയൊരു അവസരമായിട്ട് ഈ പെരുന്നാളിനെ കാണുമ്പോഴാണ് ഈ ആഘോഷങ്ങളെല്ലാം അർത്ഥവത്തായിത്തീരുന്നത്. പരിശുദ്ധനായ പരിമല തിരുമേനി പരിശുദ്ധതയിലേക്ക് വളർന്നത് അവിശുദ്ധിയിൽ എത്തിച്ചേർന്നത് നിരന്തരമായ പ്രാർത്ഥനാ ജീവിതവും ആരാധനാ ജീവിതവും കൗദാശികാനുഷ്ഠാന ജീവിതവും നൊയിമ്പുപവാസ ജീവിതം തുടങ്ങിയ മാർഗത്തിലൂടെയാണ്. ഈ ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം നീതി പുലർത്തുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധന്റെ ജീവിതം സമൂഹത്തിന്റെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും തൻ്റെ ജീവിതത്തിൽ സ്വന്തം പ്രയാസങ്ങളായി കണ്ടുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് ജീവിച്ചിരുന്നപ്പോഴും പ്രാർത്ഥിച്ച വിശുദ്ധനാണ്. ആ സ്വഭാവവും നമ്മുടെ ജീവിതത്തിൽ എത്രയുണ്ട് കുറവുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടതായ ഒരവസരം കൂടിയാണ് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. അഭിമന്യ തിരുമേനിയുടെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. പരിശുദ്ധ ബാബാ തിരുമേനിയുടെ പ്രത്യേകമായ നിർദ്ദേശവും അനുസരിച്ച് ഈ ആഴ്ച കംപ്ലീറ്റും പെരുന്നാൾ തീരുന്നേടം വരെ തിരുമേനിയുടെ സാന്നിധ്യമുണ്ട്. ഇവിടുത്തെ പ്രോഗ്രാമുകളിലെല്ലാം തിരുമേനിയുടെ സാന്നിധ്യമുണ്ട്. ഇവിടുത്തെ ക്രമീകരണങ്ങളെല്ലാം തിരുമേനിയുടെ ശ്രദ്ധയുണ്ട്. തിരുമേനിയുടെ സാന്നിധ്യം പ്രത്യേകമായി നമുക്ക് സന്തോഷം നൽകുന്നു, പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ഈ കൺവെൻഷൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സഭയുടെ വിവിധ ദേവാലയങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ വിശ്വാസികളെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, നഴ്സിംഗ് വിദ്യാർത്ഥികളെ ഇവരെല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വചനം പ്രസംഗിക്കുന്നത് ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ ബഹുമാനപ്പെട്ട ബിജു ടി മാത്യു അച്ഛനാണ്. അച്ഛൻ സെന്റ് മേരീസ് കത്തീഡ്രൽ പുത്തൻകാവ് ഇടവക അംഗമാണ്. ഇപ്പോൾ ചെറിയനാട് സെന്റ് ജോർജ് ഇടവകയുടെ വികാരിയായിട്ട് ശുശ്രൂഷ അനുഷ്ഠിക്കുന്നു. ഇതുകൂടാതെ അച്ഛൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നതായ പുത്തൻകാവിൽ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് കെയർ സെന്റർ, അതുപോലെ ശരണാലയം തുടങ്ങിയ 2 പ്രധാന പ്രൊജക്റ്റുകളിൽ ഇതിൻ്റെ പ്രധാന ചുമതലകളും അച്ഛൻ തന്നെയാണ് നടത്തുന്നത്. അതുപോലെ തന്നെ അറിയപ്പെടുന്ന കൺവെൻഷൻ പ്രസംഗകനും ധ്യാനഗുരുവുമാണ്. ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ബിജു ടി മാത്യു അച്ഛനെ എല്ലാവരുടെയും പേരിൽ വചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. ഒരു പാട്ടിൻ്റെ 4 വരികൾ പാടി പ്രാർത്ഥന അനുഭവത്തെങ്കിൽ ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനായി.
ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ഒരു നിമിഷം കർത്തൃമേശയ്ക്ക് മുമ്പാകെ ശിരസ്സുകളെ നമിച്ച് തിരുസാന്നിധ്യ ബോധത്തോടെ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. വിക്കനായ മോശയെ സുശക്തനാക്കി തീർത്ത പിതാവാം ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങൾ ജീവിക്കുന്നു. ഒന്നും അറിയാതിരുന്ന ശിഷ്യന്മാരെ വിജ്ഞാനത്തിൽ സമ്പൂർണനാക്കി തീർത്ത പുത്രനാം ദൈവമേ, അങ്ങയുടെ കൃപയിൽ ഞങ്ങൾ ബലപ്പെടുന്നു. പെന്തിക്കോസ്തി നാളിൽ അഗ്നിനാവുകളുടെ രൂപത്തിലിറങ്ങി 3000 പേരെ സ്നാനപ്പെടുത്തിയ, മനസ്സാന്തരപ്പെടുത്തിയ പരിശുദ്ധാത്മാവാം ദൈവമേ, മഹനീയമായ ശക്തിയിൽ മാത്രം ഞങ്ങൾ പുകഴുന്നു. ത്രിയേക ദൈവമേ, ഞങ്ങൾ എല്ലാവരോടും കരുണ തോന്നണമേ. പിതാവേ, സ്വന്തം പുത്രനെ ലോകത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ, ഓരോ സൃഷ്ടിയെയും വാർത്തെടുക്കുവാൻ, വീണ്ടെടുക്കുവാൻ, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനായിട്ടുള്ള പുത്രത്വത്തിന്റെ അധികാരവും അവകാശവും നൽകുവാൻ നിയോഗിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം. യേശുവേ, അവിടുന്ന് കൽപ്പിച്ചു മറ്റൊരു കാര്യസ്ഥനെ പൂർണ്ണതയ്ക്കായി അയച്ചു തരുമെന്ന്. ആ ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഈ വചനവേദിയെ പൂർത്തീകരിക്കണമേ. തേജസ്സും പ്രത്യാശയും നൽകുന്ന പരിശുദ്ധാത്മാവേ, വന്നിയർന്ന് വചനത്തിന്റെ സാരാംശങ്ങളിൽ ചേർന്ന് നിൽക്കണമേ. യേശുവേ, അവിടുന്ന് വീണ്ടും കൽപ്പിച്ചു, പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. നാഥാ, അങ്ങയുടെ ദാസനും സഭയിൽ പരിശുദ്ധനുമായ പരിമലമാർ ഗ്രിഗോറിയോസിന്റെ ഓർമ്മ തിരുനാളിൽ സംബന്ധിക്കുമ്പോൾ വചനവേദിയിലെ വചനത്തിന്റെ നിറവുകളെ, സാരാംശങ്ങളെ സ്വീകരിക്ക് ആത്മവഞ്ചകരായി തീരാതെ ആത്മവിമർശനത്തോടെ, പുതുക്കപ്പെട്ട ദർശനത്തോടെ, സ്നേഹത്തിന്റെ, ത്യാഗത്തിന്റെ ആൾരൂപങ്ങളായി തീരുവാൻ സംഗതിയാക്കണമേ. വചനം വ്യാഖ്യാനിക്കേണ്ടത് പരിശുദ്ധാത്മാവെ അവിടുന്ന് മാത്രമാണ്. എന്നോടും എൻ്റെ വ്യക്തിഗത ജീവിതത്തോടും എൻ്റെ കുടുംബ ജീവിതത്തോടും എൻ്റെ സാമൂഹിക ജീവിതത്തോടും വചനം ദൈവികമായ ശബ്ദത്തിൽ ഇന്ന് കൽപ്പിച്ചുവെന്ന് സാക്ഷിച്ചുകൊണ്ട് വ്രണത ഹൃദയരായി മാനസിക സംഘർഷത്തോടെ, നിരാശയോടെ, ആത്മഭാരത്തോടെ ആരെങ്കിലും വന്നുയർന്നിട്ടുണ്ടെങ്കിൽ പ്രത്യാശയുടെ ദൂതുമായി, പ്രത്യാശാവാഹകരായി മടങ്ങിപ്പോകുവാൻ അനുവദിക്കണമേ. സകല മരിച്ചവർക്കും ആശ്വാസം നൽകണമേ. ആയത് തൃത്വ തിരുനാമ മഹത്വത്തിനായിട്ട് തന്നെ. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നരണം ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിനന്ദനായ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട്, വന്നിരായ റമ്പാച്ചന്മാരെ, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ടവരായ സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, വൈദിക വിദ്യാർത്ഥികളെ, പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ 114-ാം ഓർമ്മ തിരുനാളിനോടനുബന്ധിതമായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന തീർത്ഥാടന വാരാഘോഷത്തിൽ പങ്കുചേർന്ന് ഈ സന്ധിയിൽ വചനത്തിന്റെ ശുശ്രൂഷകനായി മാറ്റപ്പെട്ട് മാറി ദൈവികമായ സാരാംശങ്ങളെ ഈ സന്ധിയുടെ നിറഞ്ഞ യാമത്തിൽ നിങ്ങളോടൊത്ത് പങ്കുവയ്ക്കുവാൻ പരമകാരുണ്യവാനായ ദൈവം തരുന്ന അവകാശത്തെയും സാവകാശത്തെയും ക്രിസ്തീയപരമായ എല്ലാ സ്വാതന്ത്ര്യത്തെ ഓർത്ത്
ദൈവത്തെ സ്തുതിക്കട്ടെ, സ്തോത്രം ചെയ്യട്ടെ. അനുവർഷം ആഘോഷിക്കപ്പെടുന്ന പെരുന്നാളിൽ ഞാനും നിങ്ങളും സ്വീകരിക്കുന്ന രക്ഷാകരമായ ദൗത്യങ്ങളെ അല്ലെങ്കിൽ വചന അനുഭവങ്ങളെ അതിൻ്റെതായിട്ടുള്ള പൂർണ്ണതയിൽ സ്വീകരിച്ച് വചനത്തിൻ്റെ വഞ്ചകരാകാതെ വചനത്തിൻ്റെ അനുവർത്തകരായി തീർന്നിരുന്നുവെങ്കിൽ ലോകം തന്നെ സുഭഗമായ ഒരു സ്ഥിതിയിൽ ചേരുമായിരുന്നു എന്നത് അവിദിത തർക്കിതമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് കേൾക്കുന്ന, അനുഭവിക്കുന്ന, മനസ്സിലാക്കുന്ന തിരുവചനത്തിൻ്റെ നല്ല മർമ്മങ്ങൾ പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് അതെൻ്റെ വ്യക്തി ജീവിതത്തിനുള്ള ഒരു ഉപദേശമാണ്, എൻ്റെ സഭാ ജീവിതത്തിനുള്ള, കുടുംബ ജീവിതത്തിനുള്ള നല്ല മൊഴികളാണ് എന്ന ഒരു ബോധ്യത്തെങ്കിൽ കൂടുതൽ ആത്മനിറവോടെ ജീവിപ്പാനായിട്ട് എല്ലാവർക്കും സാധ്യതമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എബ്രായ ലേഖനം 11:16 അധികം നല്ലതിനെ കാംക്ഷിച്ചവർ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചവർ. അധികം നല്ലതിനെ കാംക്ഷിച്ചവർ സ്വർഗീയമായതിനെ തന്നെ ആഗ്രഹിച്ചവർ. എബ്രായ ലേഖനം 11 വിശ്വാസ വീരന്മാരെ കുറിച്ച് വളരെ സവിസ്തരം പ്രതിപാദിച്ചിരിക്കുകയാണ്. ജീവിത രണാങ്കണത്തിൽ തുച്ഛവും ലഘുവും താൽക്കാലികവുമായ മോഹങ്ങളോട്, കാര്യങ്ങളോട് ഏറ്റുമുട്ടി അനന്തമായ ലോകത്തിൽ ശ്രദ്ധ വെച്ച് ദൈവ ഭയത്തിൽ ജീവിച്ചിരുന്നവരെ വേണമെങ്കിൽ വിശ്വാസ വീരന്മാരെന്ന് പേർ വിളിക്കാം, നീതിമാന്മാര്, വിശുദ്ധന്മാരെന്ന് പേർ വിളിക്കാം. അങ്ങനെയെങ്കിൽ അവരുടെ ഉത്കടമായ വാഞ്ച ഏതു വിധത്തിലായിരുന്നു? സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിക്കുക, നല്ലതിനെ തന്നെ കാംക്ഷിക്കുക. നന്മതിന്മകളെ വിവേചിച്ചറിയുവാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യൻ, വിശേഷ ബുദ്ധിയാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഇന്ന് തൻ്റെതായിട്ടുള്ള ജീവിതം നയിക്കുമ്പോൾ, ലോകത്തിൽ മാത്രം ശ്രദ്ധ വയ്ക്കുമ്പോൾ ഈ വാക്യത്തിന് വളരെയധികം പ്രസക്തി നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരികയാണ്. ആധുനിക തലമുറയെ സംബന്ധിച്ചിടത്തോളം ന്യൂ ജനറേഷൻ എന്ന് വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തെ മറന്നുള്ള ഓട്ടം. ആരോട് ചോദിച്ചാലും പറയുകയാണ്, ഐ ആം വെരി ബിസി, ഐ ഹാവ് നോ ടൈം. മനുഷ്യനിൽ കുടികൊണ്ടിരിക്കുന്ന ആത്മാവിൽ ലേശം വിശ്വാസമില്ല, മാതാപിതാക്കളോട് കടപ്പാടുകളില്ല, സഭാവിശ്വാസത്തിന്റെ ധന്യമായ മാർഗങ്ങളെ അനുഗമിക്കുവാൻ പൂർണ്ണമായിട്ടുള്ള സമർപ്പണങ്ങൾ ജീവിതത്തിൽ ഇല്ലാത്ത ഒരു തലമുറ. പേരോ ന്യൂ ജനറേഷൻ. അവർക്ക് മുമ്പിൽ വലിയ ഒരു അനുഭവമാണ്, അവർക്ക് മുമ്പിൽ വലിയ ഒരു സ്വർഗീയമായ സന്ദേശമാണ്. പരിശുദ്ധനായ പരിമല തിരുമേനി അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ സ്വീകരിച്ചെങ്കിൽ, കാംക്ഷിച്ചെങ്കിൽ, ഇന്ന് ഞാനും നിങ്ങളുമൊക്കെയും ഏറ്റെടുത്ത് ജീവിതത്തിൽ കാണിച്ചിരിക്കേണ്ടുന്ന ഒരു വലിയ അനുഭവമായി, അനുഗ്രഹമായി ഈ ഒരു വാക്യത്തെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു, കാണേണ്ടിയിരിക്കുന്നു. അധികം നല്ലതിനെ കാംക്ഷിക്കുവാൻ, സ്വർഗീയമായതിനെ കാംക്ഷിക്കുവാൻ ഈ വചന അനുഭവം മാർഗദീപമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ മധ്യസ്ഥത സഹായം കൊണ്ട് ആവശ്യങ്ങൾ നേടിയെടുക്കണം, കുടുംബജീവിതം ഭദ്രമാകണം, കുഞ്ഞുങ്ങളൊക്കെയും ഒരു നിലയിലെത്തണം, ഇപ്പോഴുള്ള വിദ്യാഭ്യാസത്തിൽ സമ്പന്നത പ്രാപിക്കണം. അങ്ങനെ ഒരു വശത്ത് ഞാൻ വളർന്ന് പന്തലിക്കണം. യേശുക്രിസ്തുവിന്റെ ജീവിത കാലഘട്ടത്തിൽ പരസ്യ ശുശ്രൂഷയിൽ ഒരു വളർന്ന് പന്തലിച്ച ഒരു അത്തിവൃക്ഷം, ഒരു വശത്ത് അതിന്റെ ഇളകൾ തളർത്തിട്ടുണ്ട്, ഒരു വശത്ത് അത് വളർന്ന് പന്തലിച്ചിരിക്കുകയാണ്. പക്ഷെങ്കിൽ മറുവശത്ത് എന്തെങ്കിലും ഫലമുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ ഒന്നും കണ്ടില്ല താനും. സമ്പത്തിന്റെ അഭ്യുന്നതിയിൽ, വിദ്യാഭ്യാസത്തിന്റെ സമ്പന്നതയിൽ, കുലമഹിമയുടെ മറ്റു പ്രതാപങ്ങളിൽ ശ്രദ്ധ വയ്ക്കുമ്പോൾ ഒരുപക്ഷെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന അത്തിവൃക്ഷങ്ങളായിരിക്കാൻ ഞാനും നിങ്ങളും ഒക്കെയും. എന്നാൽ അതിനപ്പുറമായ ഒരു ജീവിതവും, അതിനപ്പുറമായ ഒരു ജീവിതാനുഭവവും, ജീവിതത്തിന്റെ അനുഭൂതിയും ആനന്ദവും ഉണ്ടെന്ന് പരിശുദ്ധനായ പരിമല തിരുമേനി വിശ്വാസ പ്രമാണത്തിന്റെ അന്ത്യവാചകം ചൊല്ലിക്കൊണ്ടുപോലും നമ്മളെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നുവെങ്കിൽ അതൊന്ന് അന്വേഷിക്കുവാനായിട്ട് പ്രിയമുള്ളവരെ എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല? പുതിയ ജീവനായി ഞങ്ങൾ നോക്കിപ്പാർക്കും.
അധികം നല്ലതിനെ കാക്ഷിച്ചുകൊണ്ട്, സ്വർഗീയമായതിനെ കാക്ഷിച്ചുകൊണ്ട് പുതിയ ജീവനായി നോക്കിപ്പാർക്കുകയും നിത്യജീവന്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ടുള്ള ഒരു മുന്നാസ്വാദനമായി ഈ ലോക വ്യാപാരങ്ങളെ, ഈ ലോക ശുശ്രൂഷയെ, ഈ ലോകത്തിന്റെ പ്രവർത്തനങ്ങളെ കാണുന്നുവെങ്കിൽ അത് ദൈവസന്നിധിയിൽ ഉത്തമമാണ്, ശ്രേഷ്ഠമാണ്, മഹനീയമാണ്. പ്രിയമുള്ള ദൈവജനമേ, ആത്മീയ വചന പരിചിന്തനത്തിനായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 18-ാം വാക്യം. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 18-ാം വാക്യം. ഒരു ചെറിയ ചോദ്യം സമർപ്പിക്കുകയാണ്. വേർ ആർ ദി 9? 9 പേർ എവിടെ? 9 പേർ എവിടെ? 3 ചോദ്യങ്ങളാണ് ആ പശ്ചാത്തലത്തിൽ യേശുക്രിസ്തു ചോദിക്കുന്നത്. 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? 9 പേർ എവിടെ? 3, ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ. വലിയ നോമ്പിലെ 2ാമത് ഞായറാഴ്ചയിൽ വായിക്കപ്പെടുന്ന ഒരു തിരുവചന ഭാഗം കുഷ്ഠരോഗിയെ സംബന്ധിച്ചുള്ളതാണ്. കുഷ്ഠരോഗി യേശുക്രിസ്തു സൗഖ്യമാക്കുന്ന ഒരു വിവരണമാണ്. അതുകൊണ്ട് കുഷ്ഠരോഗിയുടെ നില, സ്ഥിതി, കുഷ്ഠരോഗിയുടെ സാഹചര്യം അപഗ്രഥിക്കാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട്, സ്വായത്തമാക്കുവാനായിട്ട് സാധിക്കും. എന്താണ് ഈ വാക്യത്തിന്റെ ശ്രദ്ധേയമായ ഒരു പശ്ചാത്തലം? 9 പേർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഒരാള് കൂടെയുണ്ട്. 10 പേരല്ലയോ ശുദ്ധരായി തീർന്നത്? ആ ഒരാളെ കുറിച്ച് അന്വേഷിക്കുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. 9 പേർ എവിടെ? ആ ഒരാളായിട്ട് വന്നുയർന്നത്, കർത്താവിന്റെ കാൽക്കൽ വീണ് നന്ദി സമർപ്പിക്കുന്നത് ഒരു ശമരിയക്കാരനാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഒരു ശമരിയക്കാരനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ആരൊക്കെയോ പേരിട്ടു നല്ല ശമരിയക്കാരൻ. ഇന്നും യോജിക്കാത്തതായിട്ടുള്ള ഒരു പദപ്രയോഗമാണ്. കാരണം യേശുക്രിസ്തു നല്ല ശമരിയക്കാരൻ എന്ന് പറഞ്ഞില്ല. നീയും പോയി അവൻ ചെയ്തതുപോലെ ചെയ്യാനായിട്ട് മാത്രമാണ് കർത്താവ് ആജ്ഞാപിച്ചിട്ടുള്ളത്. പക്ഷെങ്കിൽ ആരോ വിളിച്ചു നല്ല ശമരിയക്കാരൻ. അതൊരു 1-ാം ശമരിയക്കാരന്റെ ചിത്രമാണ് നമ്മളിലേക്ക് സംവേദിപ്പിക്കുന്നതെങ്കിൽ, 2-ാം ശമരിയക്കാരനായിട്ട് വന്നുയർന്ന് കർത്താവിന്റെ കാൽക്കൽ വീണ് നന്ദി പറയുന്ന ഈ 2-ാം ശമരിയക്കാരന് യേശുക്രിസ്തു കൊടുക്കുന്ന ദൗത്യം, അതിന്റെ വിശാലത, അതിന്റെ വഴികള് ഏതെല്ലാമാണ്? തിരുവചനത്തിൽ, പ്രത്യേകിച്ച് സുവിശേഷങ്ങളിൽ 3 ശമരിയക്കാരെ കുറിച്ചാണ് പ്രത്യേകമായിട്ട് വ്യക്തിഗതമായിട്ട് വിവരിക്കുന്നത്. ഒന്ന്, ഞാനിപ്പോൾ പറഞ്ഞ 1-ാം ശമരിയക്കാരൻ, അദ്ദേഹം പ്രവൃത്തി കൊണ്ട് നീതീകരിക്കപ്പെട്ടു. 2, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ആഭിസാരിക സുവിശേഷകയായിട്ട് മാറി ശമരിയ പട്ടണം മുഴുവനായിട്ട് ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്നതിന് ഒരു മാർഗമായി, മാർഗദീപമായി. 3-ാമതായിട്ട് വന്നു ചേരുകയാണ് 2-ാം ശമരിയക്കാരൻ. ഈ 2-ാം ശമരിയക്കാരന്റെ പ്രത്യേകത എന്താണ്? അതിനു മുമ്പായിട്ട് സൂചിപ്പിക്കട്ടെ, ശമരിയർക്ക് യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ പഴയ നിയമ കാലഘട്ടത്തിൽ ലഭിച്ചിരുന്ന സ്ഥാനമാനങ്ങൾ തുലവും പരിമിതമായിരുന്നു, കുറവായിരുന്നു. അശൂർ രാജാവ് ഇസ്രായേൽ മക്കളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ശമരിയ പട്ടണത്തിൽ തൻ്റെതായിട്ടുള്ള രാജ്യത്വം സ്ഥാപിക്കുമ്പോൾ അവിടെ 5 പുറജാതി നഗരങ്ങളിൽ നിന്ന് 5 ദേവന്മാരെ ശമരിയയിൽ കൊണ്ടുവന്ന് പാർപ്പിക്കുന്നുണ്ട്. സത്യദൈവത്തെ ആരാധിക്കുവാനായിട്ട് മറന്നുപോകുന്ന ഒരു തലമുറയുടെ പ്രതീകമാണ് ഈ ശമരിയക്കാരെന്ന് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ ജീവിതാനുഭവത്തിങ്കിൽ ആദ്യമേ 12 ശിഷ്യന്മാർക്ക് പരസ്യ ശുശ്രൂഷയിൽ ചൊല്ലുകൾ കൊടുക്കുമ്പോൾ അവിടെ പറയപ്പെടുന്നുണ്ട്, നിങ്ങൾ ശമരിയരുടെ പട്ടണത്തിൽ പ്രവേശിക്കാതെ, നിങ്ങൾ ശമരിയരുടെ പട്ടണത്തിൽ പ്രവേശിക്കാതെ. മാത്രമല്ല, യഹൂദര് യേശുക്രിസ്തുവിനോട് ചോദിക്കുന്നുണ്ട്, നീയും ഒരു ശമരിയക്കാരനോ? നിന്നിൽ ഒരു ഭൂതമുണ്ടോ? നീയും ഒരു ശമരിയക്കാരനാണോ? അന്നിന്റെ ജീവിത രീതികളിൽ, പ്രത്യേകിച്ച് കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ താഴ്ന്ന നിലയിൽ ജീവിച്ചിരുന്ന ഒരു വർഗമായിരുന്നു ശമരിയക്കാർ. 2-ാമത്, കുഷ്ഠരോഗിയുടെ വാസം പാളയത്തിന് പുറത്ത്. അവിടെ ആരാധനയിൽ അവർക്ക് ഭ്രഷ്ട് കൽപ്പിച്ചിരിക്കുകയാണ്. മതത്തിൽ സ്ഥാനമില്ല. കുടുംബത്തിലെ അംഗത്വത്തിൽ നിന്ന് അവരെ വേർപെടുത്തിയിരുന്നു. അങ്ങനെ മതത്തിൽ, സഭയിൽ, സമൂഹത്തിൽ സ്ഥാനമില്ലാതിരുന്ന കുഷ്ഠരോഗികളെ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലേക്ക് ഒരുപക്ഷെ യേശുക്രിസ്തു തന്റെ സുവിശേഷവുമായിട്ട്, തന്റെ സനാതനമായ നിത്യനൂതനമായ സുവിശേഷവുമായിട്ട്
പാളയത്തിന് പുറത്തേക്ക് കടന്നു എന്ന് വചനം ഘോഷിച്ചിട്ടുണ്ടാകാം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-45 വാക്യത്തിൽ അത് സൂചിപ്പിക്കുന്നുണ്ട്. പട്ടണത്തിൽ ആളുകൾ കൂടി വന്നതുകൊണ്ട് യേശുക്രിസ്തു ഒരു നിർജ്ജന സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിനെ കേട്ട 10 പേര് പട്ടണത്തിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ സന്നിധാനത്തിങ്കിലേക്ക് സൗഖ്യം പ്രാപിപ്പാനായിട്ട് വന്നിരിക്കുകയാണ്. യേശുക്രിസ്തുവിനോട് അവർ യാചിക്കുന്നു, യേശുനാഥ ഞങ്ങളോട് കരുണ തോന്നണമേ. അവരുടെ മടക്കയാത്രയിൽ 10 പേരും ശുദ്ധരായി തീർന്നു. ഒരാള് മടങ്ങി വരുന്നു. ആ മടങ്ങി വരവ് കണ്ടിട്ട് യേശുക്രിസ്തു ചോദിക്കുകയാണ്, 9 പേർ എവിടെ? 9 പേർ എവിടെ? മടങ്ങി വരവ് കണ്ടിട്ട് ഒരുപക്ഷെ ആ രണ്ടാം ശമരിയാക്കാരനോട് ചോദിക്കുകയാണ്, 9 പേർ എവിടെ? കാലഘട്ടങ്ങളിലേക്ക് ഒരു അന്വേഷണം നടത്തിയാൽ പരിശുദ്ധനായ പരിമലത്തിരുമയുടെ മധ്യസ്ഥതാ സഹായത്തിലൂടെ അനന്തമായ അവേച്യമായ അപ്രേമമായ ദൈവികമായ കൃപകളെ ഓരോ പെരുന്നാളിലൂടെയും ഞാനും നിങ്ങളൊക്കെയും സാംശീകരിച്ചിട്ടുണ്ട്. അതിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ക്രൈസ്തവ സഭയ്ക്ക് ആകമാനം ഒരു സാക്ഷ്യ ജീവിതം നയിച്ച് വീണ്ടും എന്റെ മടങ്ങി വരവിനെ ഞാൻ തന്നെ ഏറ്റെടുക്കുന്നു, കാണിക്കുന്നു എന്ന ബോധ്യത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന എത്ര പ്രിയപ്പെട്ടവർ ഒരുപക്ഷെ കാണും. വീണ്ടും വീണ്ടും നമ്മുടെ ആവശ്യങ്ങളെ നിരത്തുവാനായിട്ടും സമർപ്പിക്കുവാനായിട്ടുള്ള യാത്രകളും പുണ്യയാത്രകളും മാത്രമായിട്ട് ഇത് പരിണമിക്കുന്നുണ്ടോ, ആയിത്തീരുന്നുണ്ടോ? ഇവിടെ നസ്രായനെ കുറിച്ച് കേട്ടറിവുള്ള ആരോ പറഞ്ഞ സുവിശേഷം അനുഭവിച്ച് നസ്രായന്റെ മുമ്പിൽ വന്ന് ഒരു ആരാധനയുടെ പശ്ചാത്തലം അവിടെ സൃഷ്ടിച്ചെടുക്കുകയാണ്. അങ്ങനെ ഒരു പേരും വിളിച്ചു, ഒരു പേരും ലഭിച്ചു, രണ്ടാം ശമരിയാക്കാരൻ. ഈ രണ്ടാം ശമരിയാക്കാരൻ നമുക്ക് നൽകുന്ന ഒന്നാമത്തെ ഒരു ബോധ്യം എന്താണ്? അദ്ദേഹം വേണമെങ്കിൽ 68-ാം സങ്കീർത്തനം 20-ാം വാക്യം ഉദ്ധരിക്കും. ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് സാൽവേഷൻ. അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് സെക്കൻഡ് ചാൻസ്. എന്റെ ജീവിതത്തിൽ പാളയത്തിന് പുറത്തായിരുന്ന എന്നെ അവിടെ നിന്ന് കോരിയെടുത്ത് എനിക്കൊരു രണ്ടാമത് ഊഴം ജീവിക്കാനായിട്ട്, ജീവിതത്തിന്റെ നിലനിൽപ്പിനായിട്ട് എനിക്ക് തന്നത് എന്റെ കർത്താവാണ്. കർത്താവിനെ രണ്ടാമത് ഒരു ഊഴമായിട്ട്, ജീവിതത്തിന്റെ ഒരു സെക്കൻഡ് ചാൻസ് ആയിട്ട് വിളിച്ച് അതിൽ ഒരു സാക്ഷി ജീവിതത്തിനായിട്ട് ഈ രണ്ടാം ശമരിയാക്കാരൻ തയ്യാറെടുക്കുകയാണ്. മാത്രമല്ല, ഈ രണ്ടാം ശമരിയാക്കാരൻ കർത്താവിന്റെ മുമ്പിൽ വന്ന് പറയുന്നുണ്ട്, യു ആർ മൈ ലോർഡ്, യു ആർ മൈ ഗോഡ്. നീ എന്റെ ദൈവമാണ്, നീ എന്റെ കർത്താവാണ്. ആ സമയത്താണ് യേശുതമ്പുരാൻ ചോദിക്കുന്നത്, ഈ പുറജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ആരെയും തന്നെ കാണുന്നില്ലല്ലോ. ക്രൈസ്തവ സഭയുടെ എല്ലാവിധ പാരമ്പര്യങ്ങളെ അതിൻ്റെതായിട്ടുള്ള പൂർണ്ണതയിൽ ഉൾക്കൊണ്ടുകൊണ്ട് സത്യവിശ്വാസത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രിയമുള്ള വിശ്വാസികളുടെ സമൂഹമേ, ഇന്ന് വരെ പരിശുദ്ധനായ പരിമല തിരുമേനി തന്ന അനുഗ്രഹങ്ങളിലൂടെ, സൗഖ്യത്തിലൂടെ എന്റെ കർത്താവിനെ സാക്ഷിക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കൊക്കെയും പ്രിയമുള്ളവരെ സാധിച്ചിട്ടുണ്ടോ? എന്റെ കർത്താവ് എന്റെ ജീവിതത്തിൽ രണ്ടാമത് ഒരു ഊഴമാണെന്ന് എത്ര പേർക്ക് സാക്ഷിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 38 വർഷം തളർവാദ രോഗിയായി കിടന്ന ഒരു മനുഷ്യൻ കർത്താവിന്റെ കാലത്തിന് മുമ്പേ ജനിച്ചതായിരിക്കാം. എന്നെ ഒന്ന് പിടിച്ചിറക്കുവാൻ ആരുമില്ല എന്ന പരിദേവനത്തോടെ, സങ്കടത്തോടെ കർത്താവിന്റെ മുമ്പിലേക്ക് വന്നു ചേരുകയാണ്. ബെഥസ്ദ എന്ന് പറയുന്ന കുളത്തിൽ ഇറങ്ങാതെ യേശുക്രിസ്തു പറയുകയാണ്, നീ നിന്റെ കിടക്കയെടുത്ത് നടക്കുക. കർത്താവിന്റെ മുമ്പിലുള്ള സൗഖ്യത്തിന്റെ വഴികൾ വിശാലമാണെന്നുള്ള വലിയ തിരിച്ചറിവ് ഈ മനുഷ്യനായിട്ട്, തളർവാദ രോഗിക്കായിട്ട് നൽകപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ പരാതി, എന്നെ ഒന്ന് പിടിച്ചിറക്കുവാൻ ആരുമില്ല. 38 വർഷം സങ്കടം ബോധിപ്പിച്ച ഒരു വ്യക്തിയുടെ വിലാപം ഒരുപക്ഷെ എന്തെന്ന് നമുക്ക് തീരുമാനിക്കാനായിട്ടോ വിവരിക്കാനായിട്ടോ സാധിക്കുകയില്ല. അത്രയ്ക്ക് അത്യധികമായിട്ട് അത് വലുതാണ്. അത് ഒരിക്കലും ചേർത്ത് നിർത്താനായിട്ട് സാധിക്കുകയില്ല. പക്ഷെങ്കിൽ അദ്ദേഹം ജീവിതത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് കൊടുത്തു. എന്താണ്? ഇനിയും എന്നെ പിടിച്ചിറക്കാൻ ആരും തന്നെ കാണുകയില്ല. എന്റെ ജീവിതം അവസാനിക്കുകയാണ്. താൻ ജീവിതം അവസാനിപ്പിക്കുകയാണ്. അവിടെ നിന്ന് കർത്താവ് ആരംഭിക്കുകയാണ്. നമ്മളൊക്കെയും ചില സമയത്ത് ചിലപ്പോഴെങ്കിലും എന്റെ ജീവിതം അവസാനിച്ചിരിക്കുകയാണ്. പഠനത്തിൽ എനിക്ക് മികവില്ല, ജോലിയിൽ ഒരു കയറ്റമില്ല, ബിസിനസ് ആകപ്പാടെ തകർന്നിരിക്കുകയാണ്. ചില കാര്യങ്ങൾ അവസാനിപ്പിച്ചെടുത്ത് നിന്ന് എന്റെ കർത്താവ് പുതിയ അധ്യായങ്ങളെ നമ്മുടെ മുമ്പിൽ തുറക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അവിടെ കർത്താവിന് ഒരു പേരുണ്ട്,
അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് സെക്കൻഡ് ചാൻസ്. 8 പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് വന്ന ഒരു മനുഷ്യൻ പറഞ്ഞു, 6 പ്രാവശ്യം എന്നെ കൊണ്ടുപോയത് ആരാണെന്നൊക്കെയും എനിക്കറിയാം, പക്ഷെങ്കിൽ 2 പ്രാവശ്യം എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ആരാണെന്നോ എങ്ങനെയാണെന്നോ എനിക്കറിവില്ല. അദ്ദേഹവും പറയുമായിരിക്കും, എന്റെ ജീവിതത്തിങ്കിൽ ഊഴങ്ങളുടെ ദൈവമായി എന്റെ രോഗത്തിൽ, എന്റെ തളർന്ന അവസ്ഥയിൽ, എന്റെ തകർന്ന ജീവിത രീതിയിൽ കടന്നു വന്ന് എന്നെ അനുഗ്രഹിച്ചിട്ടുള്ള എന്റെ കർത്താവ്. 40-ാം സങ്കീർത്തനം ഇത് തന്നെയാണ് വിവരിക്കുന്നത്. 1-ാം വാക്യം, ഞാൻ യഹോവയ്ക്കായിട്ട് കാത്തുകാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളിയുടെ ശബ്ദം കേട്ടു. നാശകരമായ കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവൻ എന്നെ കരകയറ്റി. എന്റെ ഗമനത്തെ സുസ്ഥിരമാക്കി. എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. എന്റെ കർത്താവിന് സ്തുതി തന്നെ, എന്റെ കർത്താവിന് സ്തുതി തന്നെ. എവിടെ നിന്നാണ്? നാശകരമായ കുഴിയുടെ അനുഭവത്തിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവൻ എന്നെ കരകയറ്റി ജീവിക്കാനായിട്ടുള്ള സാധ്യതകൾ എന്റെ മുമ്പിലേക്ക് വെട്ടിത്തുറന്ന് തരികയാണ്. പ്രിയമുള്ളവരെ, കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ച് 3-4 ദിവസങ്ങളല്ല, 1 മാസമായിട്ട് ധ്യാനത്തിങ്കിൽ ഉപവാസമെടുത്ത് നോയമ്പെടുത്ത് ഈ പരിശുദ്ധന്റെ കബറിടത്തിങ്കിലേക്ക് വന്നിയർന്നിട്ടുള്ളവരുണ്ട്. ഈ തീർത്ഥാടന വാരാഘോഷത്തിൽ പങ്കുചേർന്ന് ഒരാഴ്ച മുഴുവനായിട്ട് ഇവിടെ താമസിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നവരുണ്ട്. ഒരു വലിയ സന്ദേശം എനിക്കും നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ സ്വീകരിപ്പാനായിട്ട് സാധിക്കുമോ? എന്താണ്? കുപ്പയിൽ നിന്ന് ഇയ്യോബിനെ രണ്ടാമത് ഒരു ചാൻസ് നൽകി ദൈവം തമ്പുരാൻ ഉയർത്തിയെങ്കിൽ, ഹിസ്കിയാവിന് തന്റെ ജീവിതത്തിങ്കിൽ 15 വർഷം കൂടെ നീട്ടിക്കൊടുത്ത് ഉയർത്തിയെങ്കിൽ, പഴയ നിയമത്തിലെ ഓരോ കഥാപാത്രങ്ങളെ എടുത്തു പഠിക്കുമ്പോഴും അഗ്നിപരിശോധനകളുടെ അനുഭവങ്ങളിലൂടെ കടത്തിവിട്ടാലും അവരെ കർത്താവ് കോരിയെടുത്ത് വലിയ വലിയ പദവികളിലേക്ക്, വലിയ വലിയ അനുഗ്രഹത്തിന്റെ അനുഭവങ്ങളിലേക്ക് അവരെ നയിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്, പഠിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ള വിശ്വാസികളുടെ സമൂഹമേ, കർത്താവ് ഒരുക്കി തരുന്ന ജീവിതത്തിന്റെ രണ്ടാമത് ഒരു ഊഴമായി ഈ ഒരു പെരുന്നാളിനെ കാണുവാനായിട്ട്, വിശേഷിപ്പിക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കൊക്കെയും സാധ്യതമായി തീരേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ നാളുകളിൽ അനുഗ്രഹത്തിൽ നിറഞ്ഞു കവിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പലതിനെയും ആഗ്രഹിച്ച് ലോകത്തിൽ മാത്രം ഞാൻ ശ്രദ്ധ വെച്ച് മുന്നോട്ട് പോയി. എന്നാൽ ഇപ്പോൾ ഒരു വലിയ വ്യതിരിക്തത എന്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. അതാണ് എഫേസ്യ ലേഖനം 4-ാം അധ്യായം 22, 23, 24 വാക്യങ്ങളിൽ വിളിച്ചു പറയുന്നത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവത്തിന് അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവിനെന്ന്. പ്രിയമുള്ളവരെ, ഒരു പുതുക്കപ്പെട്ട യാത്രയിൽ പുതിയ മനുഷ്യനെ ധരിക്കുവാൻ ദൈവം തമ്പുരാൻ ഒരുക്കി തരുന്ന ഒരു രണ്ടാമത് ചാൻസായി ഇതിനെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. മാർക്ക് ട്വെയിന് വലിയൊരു ഹാസ്യ സാഹിത്യകാരനായിരുന്നു. അദ്ദേഹം ഒരു പള്ളിയാരാധനയ്ക്കായിട്ട് ഒരു സുഹൃത്തുമായിട്ട് കടന്നു ചെന്നു. പള്ളിയാരാധന കഴിഞ്ഞപ്പോൾ നിലയ്ക്കാത്ത തോരാത്ത മഴ. സുഹൃത്ത് പറഞ്ഞു, എന്തിനാ പള്ളിയിൽ പോയേ? വീണ്ടും നല്ല ശക്തമായ മഴയാണല്ലോ, എങ്ങനെയാണ് നമ്മൾ പോകുക? ഉടനെ മാർക്ക് ട്വെയിൻ പറയുകയാണ്, എല്ലാ മഴയും തോർന്നിട്ടുണ്ട്, ഈ മഴയും തോരും. എല്ലാ മഴയും നിലച്ചിട്ടുണ്ട്, ഈ മഴയും തോരും. കുടുംബത്തെ ചൊല്ലി കണ്ണുനീരൊഴുക്കുന്നവർ ഇവിടെ ഇരിപ്പുണ്ട്. കുഞ്ഞുങ്ങളെ ചൊല്ലി ഉപവാസമെടുത്ത് കരഞ്ഞു പ്രാർത്ഥിക്കുന്നവർ ഇവിടെയുണ്ട്. കുടുംബത്തിൽ ഒരു അംഗത്തിന് ജോലി കിട്ടാൻ വേണ്ടി ദീർഘനാളത്തെ തീർത്ഥാടനം പരിമേലയിലേക്ക് നടത്തിയവരുണ്ട്. പക്ഷെങ്കിൽ ചിന്തിക്കുക പ്രിയമുള്ളവരെ, എല്ലാ മഴയും തോർന്നിട്ടുണ്ട്, ഈ മഴയും തോരും. പുതിയൊരു അധ്യായം എന്റെ ജീവിതത്തിൽ തമ്പുരാൻ വെട്ടിത്തുറന്നു തരികയാണ്. അവിടെ എന്റെ കർത്താവിന് ഒരു പേര് വിളിക്കണം. നീ എന്റെ ജീവിതത്തിൽ ഒരു സെക്കൻഡ് ചാൻസ് ആണ്. എന്തുകൊണ്ടാണ് രണ്ടാം ശമരിയക്കാരൻ ഈ വിധത്തില് ഒരു സാക്ഷ്യം പറയുന്നത്? അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറയുമായിരിക്കും, ഐ ഹാവ് ദ എക്സ്പീരിയൻസ് ഓഫ് പവർ ഓഫ് ഗോഡ്. ഐ ഹാവ് എക്സ്പീരിയൻസ് ദ പവർ ഓഫ് ഗോഡ്. ഞാൻ എൻ്റെ ദൈവത്തിന്റെ ശക്തിയെ പൂർണ്ണമായിട്ട് അനുഭവിച്ചറിഞ്ഞു. ഞാൻ എൻ്റെ ദൈവത്തിന്റെ ബലത്തെ പൂർണ്ണമായിട്ട് അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഈ സാക്ഷ്യം ഈ ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഈ രണ്ടാം ശമരിയക്കാരനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് യേശുക്രിസ്തു തന്റെ ദൗത്യ വഴികള് ഈ രണ്ടാം ശമരിയക്കാരനെ ഫലമേൽപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് പറയുകയാണ്, എഴുന്നേൽക്കുക, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എഴുന്നേൽക്കുക, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. Arise and go, your faith has made you well.
നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്റെ വിശ്വാസം നിന്നെ രൂപപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ ദൗത്യ വഴികള് ഏറ്റെടുക്കാനായിട്ട് നീ തയ്യാറാകുക. ഒരുപക്ഷെ ശമരിയക്കാരത്തി ശമരിയ പട്ടണത്തിൽ യേശുക്രിസ്തുവിനെ സാക്ഷിച്ചെങ്കിൽ രണ്ടാം ശമരിയക്കാരൻ ഒരു സുവിശേഷകനായിട്ട് ഇവിടെ മാറ്റപ്പെടുകയാണോ, മാറുകയാണോ? കാരണം അദ്ദേഹത്തെ വലിയൊരു ദൗത്യം വരവേൽപ്പിക്കുകയാണ്. എന്താണ്? എഴുന്നേൽക്കുക, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ രൂപപ്പെടുത്തിയിരിക്കുകയാണ്. നീ പോയി പുരോഹിതന്മാർക്ക് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കണം. എന്തിന്? 14 ദിവസങ്ങളിലെ ശുദ്ധീകരണം കർമ്മം ചെയ്തു കൊടുക്കുവാനായിട്ട് നീ പുരോഹിതന്മാർക്ക് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കണം. ലേവ്യ പുസ്തകം 13, 14 അധ്യായങ്ങളിൽ അത് ശ്രദ്ധേയമായിട്ട് ശ്രേഷ്ഠമായിട്ട് വിവരിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഇദ്ദേഹത്തിന് വലിയ കിട്ടിയ ദൗത്യത്തിന്റെ വഴികളാണ് ഈ ഒരു പ്രയോഗത്തിലൂടെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. കാരണം പോകുക, എഴുന്നേൽക്കുക, പോകുക എന്ന പദപ്രയോഗത്തിൽ വലിയ ദൗത്യം നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ദൗത്യം എന്ന വാക്കിന് 3 ചോദ്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് വിവരിക്കാനായിട്ട് സാധിക്കും. അതായത് ഒന്നാമത്തെ ചോദ്യം, നിന്നെ ഇവിടെ കൊണ്ടുവന്നതാര്? ന്യായാധിപന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 3-ാം വാക്യത്തിലുണ്ട്, ഹു ഡിഡ് യു സെൻഡ് ഹിയർ? രണ്ടാമതായിട്ട്, വാട്ട് ആർ യു ഡൂയിങ് നൗ? നീ ഇവിടെ എന്ത് ചെയ്യുകയാണ്? 3, വാട്ട് വിൽ യു ഗെറ്റ് ഫ്രം ഹിയർ? നിനക്ക് ഇവിടെ എന്ത് കിട്ടും? എന്നെ ഇവിടെ കൊണ്ടുവന്നത് ആരാണ്? ഞാനിവിടെ എന്ത് ചെയ്യുകയാണ്? എനിക്കിവിടെ എന്ത് കിട്ടും? ഈ 3 ചോദ്യങ്ങളിൽ എന്റെ ദൗത്യത്തിന്റെ വഴികളെ സജീവമാക്കുവാനായിട്ടുള്ള പ്രേരണകള് അടങ്ങിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പോകുക എന്നുള്ള ഒരു പദപ്രയോഗം പലയിടത്തും വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. ആദ്യമേ അബ്രഹാമിനോട് യഹോവയാം ദൈവം പറയുന്നുണ്ട്, പിന്നെ 12-ാം അധ്യായം 1-ാം വാക്യം, നീ നിന്റെ പിതൃഭവനത്തെയും ദേശത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. 3 കാര്യങ്ങൾ ഉപേക്ഷിക്കാനായിട്ട് പോകുക എന്ന വലിയ പ്രഖ്യാപനം. 3 കാര്യങ്ങൾ അബ്രഹാം വിട്ടുകൊടുത്തപ്പോൾ, കൂടപ്പുറപ്പായ 3 കാര്യങ്ങൾ ഉപേക്ഷിച്ചപ്പോൾ 6 അനുഗ്രഹങ്ങൾ അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ്. നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്റെ പേർ വലുതാക്കും, നീ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നീ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ഒരുപക്ഷെ ഇത് വലിയ ഒരു സമർപ്പണമായിട്ട് അബ്രഹാം കാണുന്നുവെങ്കിൽ അതിനു മുമ്പായിട്ട് 11-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, കനാരിയുടെ ഊരിൽ നിന്ന് തേരഹ് കുടുംബാംഗങ്ങളുമായിട്ട് ബാഗ്ദത്ത ദേശത്തേക്ക് പുറപ്പെടുകയാണ്. ഹനാനിൽ വന്നെത്തിയപ്പോൾ തേരഹിന്റെ ജോലി വിഗ്രഹങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നല്ലൊരു ശില്പിയായിട്ടാണ് യഹൂദ തൽമൂദിൽ തേരഹിനെ അവതരിപ്പിക്കുന്നത്. ഒരുപാട് ജോലി ചെയ്ത് പണം ഉണ്ടാക്കുകയാണ്. വാഗ്ദത്ത ദേശം ലക്ഷ്യമാക്കി തന്റെ ദൗത്യ വഴികളെ സജീവമാക്കേണ്ടതിന് പകരം തേരഹ് ഹാനാനിൽ തന്നെ ജീവിക്കുകയാണ്. കാരണം അനന്തര തലമുറയ്ക്കായിട്ടുള്ള നിക്ഷേപങ്ങളെ, അനന്തര തലമുറയ്ക്കായിട്ടുള്ള സ്വത്തിനെ സ്വീകരിപ്പാനായിട്ട്, അധ്വാനിച്ച് സാംശീകരിപ്പാനായിട്ടാണ് തേരഹ് അവിടെ വെച്ച് ആഗ്രഹിക്കുന്നത്. എന്തു പറ്റി? തേരഹ് ഹാരാനിൽ വെച്ച് തന്നെ അവിടെ മരണമടയുകയാണ്. അവിടെ വെച്ച് തന്നെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. അവിടെ വലിയൊരു സന്ദേശമുണ്ട്. കാലഘട്ടത്തിൽ അധ്വാനത്തിലൂടെ നിക്ഷേപങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അനന്തര തലമുറയ്ക്കായിട്ട് ഇത് മാത്രം കാഴ്ചവെക്കുവാനായിട്ട്, കാണിച്ചു കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ വാഗ്ദത്ത ദേശം നമ്മളിൽ നിന്ന് വളരെ അകലെയായിരിക്കും. വാഗ്ദത്ത ദേശം നമ്മളിൽ നിന്ന് പ്രിയമുള്ളവരെ വളരെ അകലെയായിരിക്കും. മഹത് ആചാര്യനായ ദലൈലാം ഇതിന്റെ കൂടെ തന്നെ ഒരു കൊട്ടേഷൻ ചേർത്ത് വെക്കാൻ തക്കവണ്ണം സൂചിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? ഇന്ന് മനുഷ്യൻ വളരെയധികം അധ്വാനിച്ച് നല്ലൊരു പ്രായത്തിൽ കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കുന്നുണ്ട്. തന്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തി മനുഷ്യൻ പണം ഉണ്ടാക്കുന്നുണ്ട്. വീണ്ടും കൂട്ടിച്ചേർത്ത് പറയുകയാണ്, പ്രായം കഴിഞ്ഞു, വാർദ്ധക്യമെത്തി, ഉള്ള രോഗങ്ങളെല്ലാം വന്ന് പിടിപെടുകയാണ്. എവിടെ പോയി ചികിത്സിച്ചിട്ടും രോഗത്തിന് സൗഖ്യമില്ല. അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറയുകയാണ്, അധ്വാനിച്ചുണ്ടാക്കിയ പണം വീണ്ടും കൊടുത്ത് മനുഷ്യൻ തന്റെ ആരോഗ്യം നിലനിർത്തുവാനായിട്ട് രണ്ടാമത്തെ ജീവിതഘട്ടത്തിൽ ശ്രദ്ധിക്കുകയാണ്. ആദ്യമേ പണത്തിന് വേണ്ടി ആരോഗ്യം നഷ്ടപ്പെടുത്തി ഓടുകയാണ്. രണ്ടാമത് വളരെ ശ്രേഷ്ഠമായിട്ട് സൂചിപ്പിക്കുകയാണ്, അതായത് എന്തിനു വേണ്ടി ഞാൻ പണം സ്വീകരിച്ചുവോ ആ ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് ഞാനിപ്പോൾ ലഭിച്ച പണമെല്ലാം ഞാൻ അവിടെ ഇറക്കി വെക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൗത്യം എന്താണ്? അതിന്റെ വിശാലതകൾ, അതിന്റെ സജീവമായ വഴികൾ എന്താണ്? പാരമ്പര്യത്തിന്റെ മഹിമകളെ ഉൾക്കൊണ്ടുകൊണ്ട്, പുതുമയുള്ള ദർശനങ്ങളെ സ്വീകരിച്ചുകൊണ്ട്, സത്യവിശ്വാസത്തിൽ മുന്നേറി തിന്മയുടെ ശക്തികളെ ഉച്ചാടനം ചെയ്തുകൊണ്ട്, നന്മയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്ത് സ്വർഗരാജ്യം ഭൂമിയിൽ
സംസ്ഥാപിക്കാനായിട്ടുള്ള പ്രതിജ്ഞാബദ്ധതയാണ് ദൗത്യം എന്ന വാക്കുകൊണ്ട് ഒരുപക്ഷെ ആഗ്രഹിക്കേണ്ടതും വിവരിക്കേണ്ടതും. ഞാനിന്ന് അതിൽ നിന്ന് എവിടെയാണ്? അബ്രഹാമിനെ വിശേഷിപ്പിക്കുന്നത് ദൈവവുമായിട്ട് കൂട്ടിച്ചേർത്താണ്. എന്തുകൊണ്ടാണ്? ദൗത്യ വഴികളെ സജീവമാക്കുവാനായിട്ട് അബ്രഹാമിന് സാധിച്ചു. അതുകൊണ്ടാണ് പറയുന്നത് നീ എഴുന്നേൽക്കുക, പോക. രണ്ടാമതായിട്ട് ഏലിയാവിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ദൂതൻ ഇടപെട്ടിട്ട് ഈ ഒരു വാക്യം പറയുന്നുണ്ട്. അവിടെ പറയുന്നത് എഴുന്നേൽക്കുക, തിന്നുക എന്നുള്ളതാണ്. Rise and eat എന്നുള്ളതാണ്. കൂട്ടിച്ചേർത്ത് പറയും the journey will be too much for you. നിനക്ക് ധാരാളം ദൂരം യാത്ര ചെയ്യാനായിട്ടുണ്ട്. എഴുന്നേൽക്കുക, തിന്നുക. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇത് മാത്രമാണ്. എഴുന്നേൽക്കുക, തിന്നുക, എഴുന്നേൽക്കുക, തിന്നുക. ഇവിടെ ഇത്രയും പേരുണ്ട്, പ്രായമുള്ളവരുമുണ്ട്. വിശപ്പെന്നാൽ എന്ത്? പ്രായമുള്ളവരോട് ചോദിച്ചാൽ അവര് 5 പേജിൽ എഴുതിത്തരും വിശപ്പെന്നാൽ എന്ത്. ഇവിടെ മധ്യവയസ്കരായിട്ടുള്ളവരുണ്ട്, അവരൊരു പക്ഷേ കൂട്ടിച്ചേർത്ത് 1 പേജിൽ എഴുതിത്തരും വിശപ്പെന്നാൽ എന്ത്. ഇവിടെ ഇരിക്കുന്ന ഈ തലമുറയിലെ മക്കളെ ചോദിക്കട്ടെ, നിങ്ങൾ കൈ ഉയർത്തും വേണ്ട, വിശപ്പെന്നാൽ എന്ത് അറിയാവുന്നവരൊന്ന് കൈ പൊക്കിക്കേ. രണ്ടാമതായിട്ട് ഇവിടെ ഏലിയാവിനെ ശക്തിപ്പെടുത്തുകയാണ്. എഴുന്നേൽക്കുക, തിന്നുക. എന്തിനു വേണ്ടിയാണ്? നിന്റെ ദൗത്യ വഴികൾ സജീവമാക്കുവാനായിട്ട് നീ എഴുന്നേൽക്കുക, തിന്നുക. ഏലിയാവ് അതിനു മുമ്പായിട്ട് പറഞ്ഞു, മതി, എനിക്ക് ജീവിതം മതിയായി, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം പേരും ജീവിതത്തിൽ ഉരുവിട്ടിട്ടുള്ള ഒരു വാചകമാണിത്. എനിക്ക് മതിയായി ജീവിതം. എന്റെ ഭർത്താവിന് എന്നോടൊരു സ്നേഹമില്ല, എന്റെ ഭാര്യയ്ക്ക് എന്നോട് കടപ്പാടുകളില്ല, എന്റെ കുഞ്ഞുങ്ങള് അവരുടേതായ വഴികളിലായി, കുടുംബത്തിന് ഒരു ഉയർച്ചയില്ല. 10 വർഷം പരിമലയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടും എന്റെ കുടുംബത്തിന് മാത്രം ദേശത്ത് ഒരു ഉയർച്ചയില്ല എന്നൊരു ചിന്താഗതിയും സങ്കടവും ഒരു ആത്മതപനത്തോടെ നമുക്ക് ബോധിപ്പിക്കാനായിട്ടുണ്ട്. ഏലിയാവ് ഇത് തന്നെ പ്രാർത്ഥിച്ചു. എന്താണ്? എനിക്ക് മതിയായി, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. പക്ഷെ അവിടെയാണ് യഹോവയാം ദൈവം തന്റെ ദൗത്യ വഴികള് സജീവമാക്കുവാനായിട്ട് ഏലിയാവിനോട് ദൂതൻ മുഖേന കൽപ്പിക്കുന്നത്. എന്താണ്? ദൂതൻ കൊടുത്ത അടയും വെള്ളവും കുടിച്ച് തിന്ന് ഏലിയാവ് 40 ദിവസം ഉപവസിച്ച് ദൈവത്തിന്റെ ശബ്ദം കേട്ട് കരുത്തുറ്റ പ്രവാചകനായിട്ട് മാറുകയാണ്. കരുത്തരുടെ ലോകത്തിൽ കരുത്തുറ്റ കരുതലിന്റെ പ്രവാചകന്മാരായി തീരുവാൻ ദൗത്യ വഴികൾ സജീവമായിട്ട് ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, അവിടെ കേൾക്കുന്നുണ്ട്, നിനക്കിനി ധാരാളം ദൂരം യാത്ര ചെയ്യാനായിട്ടുണ്ട്. ആർക്കു വേണ്ടിയാണ്? എന്റെ സഭയ്ക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ സമൂഹത്തിന് വേണ്ടി ധാരാളം ദൂരം എനിക്കിനി യാത്ര ചെയ്യുവാനായിട്ടുണ്ട്. പാപ അവസ്ഥയിൽ നിന്ന് ദൈവം തമ്പുരാൻ എന്നെ എഴുന്നേൽപ്പിച്ചിരിക്കുകയാണ്. എനിക്ക് ഒരു വലിയ പദവി തന്നിരിക്കുകയാണ്. എന്റെ വഴികളെ കർത്താവ് സജീവമാക്കിയിരിക്കുകയാണ്. ഊർജ്ജസ്വലനായി ക്രിയാത്മകതയോടെ എന്റെ വഴികളെ ആത്മീയ ചൈതന്യത്തിൽ ഞാൻ ആക്കിക്കൊണ്ട് അവിടെ യഥാർത്ഥമായി സഭയ്ക്ക് വേണ്ടി സാക്ഷിയാകുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും പ്രിയമുള്ളവരെ എനിക്ക് നിങ്ങൾക്കൊക്കെയും സാധ്യതമായി തീരേണ്ടിയിരിക്കുന്നു. പാപാവസ്ഥയിൽ നിന്ന് ഒരു മോചനം, അതിനും ഒരുപക്ഷെ ഈ വാക്കായിരിക്കാം ഉപയോഗിക്കുന്നത്. എഴുന്നേൽക്കുക, പോകുക, എഴുന്നേൽക്കുക, പ്രാർത്ഥിക്കുക. പഴയ നിയമത്തിന്റെ ചില കഥാപാത്രങ്ങളുടെ നാശം എന്താണ്? അതിന്റെ ഒരു പേര് പറയാം. വരുത്തി വെച്ച നാശം, വന്നിയർന്ന രോഗം. വരുത്തി വെച്ച നാശം പരിഹരിക്കപ്പെടുമോ? വന്നിയർന്ന രോഗം ചികിത്സിച്ചാൽ ഭേദമാകും. വരുത്തിവെച്ച നാശം ഒരിക്കലും പരിഹരിക്കപ്പെടുകയില്ല. എന്താണ് വരുത്തിവെച്ച നാശങ്ങള്? അഖാൻ ഇസ്രയേലിന്റെ ശപഥാർപ്പിത വസ്തു എടുത്തതിന്റെ പേരിൽ ഇസ്രയേൽ ജനം മുഴുവനായിട്ട് പാപം ചെയ്തു. ദൈവ കോപത്തിന് പാത്രീഭൂതരായി തീർന്നു. ഒരു വ്യക്തി കുടുംബത്തിൽ പാപം ചെയ്യുമ്പോൾ ഒരു കുടുംബം മുഴുവനായിട്ട് തകരുവാനായിട്ടുള്ള സാധ്യതകളെ കുറിച്ചാണ് അഖാന്റെ പാപം പഠിപ്പിക്കുന്നത്. അബീഗോബേൽ പ്രത്യേകമായിട്ട് ദൈവദാസനെ കുറ്റം പറഞ്ഞു. നീ ദൈവത്തിന്റെ ആലോചനയിലല്ല. എന്താണ്? അവസാനം തന്റെ മരണത്തെ കുറിച്ച് എഴുതി വെച്ചിരിക്കുകയാണ്. കെട്ടിഞ്ഞാന്ന് അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. പാവപ്പെട്ടവന്റെ, കൃഷിക്കാരന്റെ സ്വത്ത് കൈവശമാക്കുവാനായിട്ട് ചെന്ന ഇസബേലിനെ നായ്ക്കള് പട്ടണത്തിൽ വെച്ച് കൊന്നു കളയുകയാണ്. അതുപോലെ തന്നെ സഹോദരനെ വിറ്റ് പണം കൈവശമാക്കിയെങ്കിൽ ആ സഹോദരനോട് തന്നെ ആ പണം കൊടുത്ത് സഹോദരനിൽ നിന്ന് അപ്പം കൈവശമാക്കിയെന്ന ഗതികേട് യൗസേപ്പിന് അല്ലെങ്കിൽ തന്റെ സഹോദരങ്ങളിൽ കാണിക്കുകയാണ്. ഹെരോദാവ് 2.5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെയെല്ലാം കൊല്ലുവാനായിട്ട് കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ എന്താണ്? ഹെരോദാവിന്റെ അന്ത്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. കൃമിക്കിരയായി പ്രാണനെ വിട്ടു. സുവിശേഷത്തെ എതിർത്ത എലിമാസ് കുരുടനായി തീർന്നു.
ഏത് പാപാവസ്ഥ എടുത്താലും വരുത്തിവെച്ച നാശത്തെക്കുറിച്ച് വളരെ ശക്തമായി വ്യക്തമായി വേദപുസ്തകം സാക്ഷിക്കുമ്പോൾ ഈ ശമരിയാക്കാരൻ, രണ്ടാം ശമരിയാക്കാരൻ പാളയത്തിന് പുറത്തായിരുന്നു. എങ്ങനെ? വരുത്തിവെച്ച നാശമായിരുന്നോ? വന്നിയർന്ന രോഗമായിരുന്നോ? ചിന്തിക്കുക. പാപത്തിൽ നിന്ന് വിടർത്തപ്പെട്ട് നസ്രായന്റെ മുമ്പാകെ വന്നിയർന്ന് എന്താണ്? കാൽക്കൽ വീണ് നമസ്കരിച്ച് ആ സമയത്ത് നസ്രായൻ കൊടുക്കുകയാണ്, എഴുന്നേൽക്കുക, നിന്റെ പാപത്തിൽ നിന്ന് എഴുന്നേൽക്കുക, നിനക്കിനി ധാരാളം ദൂരം വിശ്വാസത്തിൽ യാത്ര ചെയ്യാനായിട്ടുണ്ട്. ആ ദൗത്യ വഴികളെ സ്വീകരിച്ചുകൊണ്ട് ഈ രണ്ടാം ശമരിയാക്കാരൻ നടന്നു പോവുകയാണ്. മൂന്നാമതായിട്ട് ഒരു കാര്യം കൂടെ എഴുന്നേൽക്കുക, പോകുക എന്ന അർത്ഥത്തിലുണ്ട്, വാക്യത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒന്ന്, പഴയ നിയമത്തിൽ അബ്രഹാമിനോട് പറഞ്ഞ വാചകം. രണ്ട്, ഏലിയാവിനോട് പറഞ്ഞ വാചകം. മൂന്ന്, കാണുന്നത് യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന കാലഘട്ടത്തിലാണ്. എന്താണ് അവിടെ കാണാനായിട്ട് കഴിയുന്നത്? ഗെത്സമന തോട്ടത്തിന്റെ അനുഭവം മൂന്ന് വിധത്തിലുള്ള ഒരു കാലഘട്ടത്തെ കാണിക്കുകയാണ്. ഒന്ന്, ക്രൂശീകരണത്തിന് മുമ്പായിട്ടുള്ള പരീക്ഷണത്തിന്റെ കാലഘട്ടം. രണ്ട്, ക്രൂശീകരണത്തിന്റെ കാലഘട്ടം. മൂന്ന്, ജയോത്സവമായി ഉത്ഥാനം ചെയ്യുന്ന കാലഘട്ടമാണ് അവിടെ ഗെത്സമന തോട്ടത്തിന്റെ പിമ്പിലുള്ള അധ്യായങ്ങളും മുമ്പിലുള്ള അധ്യായങ്ങളും പഠിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ തിരിച്ചറിയുക, യേശുക്രിസ്തു മൗനിയായിട്ട് നിന്ന മൂന്ന് അവസരങ്ങള്. ഒന്ന്, മതാധികാരികളുടെ മുമ്പിൽ യേശുക്രിസ്തു മൗനം അവലംബിക്കുന്നു. രണ്ട്, പിലാത്തോസിന്റെ മുമ്പിൽ യേശുക്രിസ്തു മൗനം അവലംബിക്കുന്നു. മൂന്ന്, റോമൻ ഭരണാധികാരിയുടെ മുമ്പിൽ യേശുക്രിസ്തു മൗനിയായിട്ട് നിൽക്കുന്നു. അവസാനം പറയുന്ന ഒരു വാചകമുണ്ട്, എറീസ്, എഴുന്നേൽക്കുക, ലെറ്റസ് ഗോ, നമുക്ക് പോകാം. അവിടെ മാത്രമേ കാണുന്നുള്ളൂ നമുക്കൊരുമിച്ച് പോകാം. കാരണം സഭയ്ക്കായിട്ട് കൊടുത്ത ഏറ്റവും വലിയ ഒരു അടയാളമാണ് ഈ ഒരു വാക്യം എന്ന് പറയുന്നത്. എന്താണ്? നമുക്ക് പോകാം, ഒരുമിച്ച് യാത്രയാകാം. എങ്ങോട്ടാണ്? കാൽവറിയിലേക്ക്, ക്രൂശിന്റെ ബലിയിലേക്ക്. കാരണം ഉത്ഥാനത്തിലേക്ക് ഒരുമിച്ച് സഭ പ്രവേശിക്കുകയാണ്. അതുകൊണ്ടാണ് പൗരസ്ത്യ സഭ അവകാശപ്പെടുന്നത് യേശുക്രിസ്തുവിന്റെ ഉത്ഥാനമാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അവസാനം ഉയർത്തെഴുന്നേറ്റ കർത്താവ് വീണ്ടും ഈ സന്ദേശത്തെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ച് പറയുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യം. ആകയാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ലോകമെമ്പാടും പോയി സുവിശേഷം അറിയിക്കണം. എവിടെ നിന്നാണ് ഈ എഴുന്നേൽക്കുക, പോക എന്ന ദൗത്യ നിർവഹണത്തിൽ നിന്ന് എവിടേക്ക് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് യേശുക്രിസ്തു എത്തിച്ചേർന്നത് എവിടെയാണ്? അതായത് സകല ജാതികളെ ശിഷ്യരാക്കി കൊള്ളുക എന്ന വലിയ ഒരു വാക്യത്തിലേക്ക്, വലിയൊരു അനുഗ്രഹകരമായ വചസ്സിലേക്ക് കർത്താവ് എത്തിച്ചേരുകയാണ്. പ്രിയമുള്ള ദൈവജനമേ, പരിശുദ്ധനായ പരിമലമാർ ഗ്രിഗോറിയോസ് തിരുമനസ്സുകൊണ്ട് ഈ മലയാളിക്കും മലങ്കര മണ്ണിനും മാതൃകാ പുരുഷനായി മഹത്വമേറിയ സംഭാവനകൾ നൽകി മഹത് ആചാര്യനായി നിലകൊണ്ട് ഇന്നും കാലഘട്ടത്തിലൂടെ നിറഞ്ഞു ശോഭിക്കുമ്പോൾ എന്താണ് അന്നിന്റെ കാലഘട്ടത്തിലെ വെല്ലുവിളികളെ ഏറ്റെടുത്തുകൊണ്ട് അതിനെയൊക്കെയും ക്രിയാത്മകമായിട്ട് പുതിയ ഒരു കാഴ്ചപ്പാടുമായിട്ട് അതിനെയൊക്കെയും തരണം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ എഴുന്നേറ്റ് നിന്ന് സഭയ്ക്ക് വേണ്ടി ശോഭിച്ചു. എനിക്കിനിയും സഭയ്ക്ക് വേണ്ടി ധാരാളം ദൂരം യാത്ര ചെയ്യുവാനായിട്ടുണ്ട്. ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഉണർന്ന് പ്രവർത്തിച്ചപ്പോൾ പരിശുദ്ധനായ പരിമല തിരുമേനിക്ക് ഇന്നും കാലത്തിലൂടെ നിറഞ്ഞു ശോഭിക്കുവാനായിട്ട് പ്രിയമുള്ളവരെ സാധിക്കുന്നുണ്ട്. രണ്ടാം ശമരിയാക്കാരൻ നൽകുന്ന ആത്മീയ പാഠം എന്താണ്? ഒന്ന്, അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് സെക്കൻഡ് ചാൻസ്. എന്റെ ദൈവം രണ്ടാമത് ഒരു ഊഴം നൽകുന്ന ദൈവമാണ്. എന്റെ ദൈവം രണ്ടാമത് ഒരു ഊഴം എന്റെ ജീവിതത്തിൽ നൽകുന്നവനായ ദൈവമാണ്. രണ്ടാമതായിട്ട് ആ രണ്ടാം ശമരിയാക്കാരിലേക്ക് യേശുക്രിസ്തു എത്തിച്ചു കൊടുക്കുന്ന ദൗത്യത്തിന്റെ വഴികൾ എന്താണ്? ഒന്നാമതായിട്ട് എഴുന്നേൽക്കുക, പോക, എഴുന്നേൽക്കുക, പ്രാർത്ഥിക്കുക, എഴുന്നേൽക്കുക, സഞ്ചരിക്കുക. നിനക്കിനി ധാരാളം ദൂരം കാലഘട്ടത്തിൽ സഭയ്ക്ക് വേണ്ടി, ഇടവകയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി യാത്ര ചെയ്യുവാനായിട്ടുണ്ട്. ഈ ദൗത്യ വഴികളെ സജീവമാക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കൊക്കെയും സാധ്യതമായി തീരുമോ? 2014 നോബൽ സമ്മാനത്തിന് അർഹനായി തീർന്ന കൈലാസ് സത്യാർത്ഥി, അദ്ദേഹം റിലിജിയന് കൊടുത്ത ഒരു വേർഡുണ്ട്, മൈ ചിൽഡ്രൻ ഈസ് മൈ റിലിജിയൻ. എന്റെ കുഞ്ഞുങ്ങളാണ്, മൈ ചിൽഡ്രൻ ആർ മൈ റിലിജിയൻ, എന്റെ കുട്ടികളാണ് എന്റെ മതം. പ്രിയമുള്ളവരെ, മതത്തിന്
വിവിധങ്ങളായിട്ടുള്ള വിവരണങ്ങൾ കൊടുക്കുന്ന ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് എന്തുകൊണ്ട് പുതിയ ദൗത്യ വഴികള് ഇന്നിന്റെ കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ കണ്ടുകൂടാ? വിദ്യാഭ്യാസ രംഗങ്ങളിൽ സഭ നിറഞ്ഞു ശോഭിക്കുന്നു. സാവലവർക്കണ ശുശ്രൂഷയിലൂടെ സഭ നിറഞ്ഞു ശോഭിക്കുകയാണ്. ദരിദ്ര ലോകത്തിൽ ക്രിസ്തുവിന്റെ സ്ഥാനം വളരെ വലുതായിരുന്നുവെങ്കിൽ, പരിമല തിരുമയുടെ ലോകത്തിൽ ക്രിസ്തുവിന്റെ സ്ഥാനം വളരെ വലുതായിരുന്നുവെങ്കിൽ, ഇന്ന് സമ്പന്നതയുടെ ലോകത്തിൽ സഭയ്ക്ക് കാണിച്ചു കൊടുക്കാവുന്ന ക്രിസ്തുവിന്റെ മാതൃകയും മഹാത്മ്യവും മഹത്വവും എന്താണ്, എങ്ങനെയാണ്, എവിടെയാണെന്ന് പ്രിയമുള്ളവരെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ദൗത്യ വഴികളെ സഭ വിശാലമാക്കേണ്ടുന്നതായിട്ടുള്ള കാലം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം മറ്റുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ആ നിലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരുപക്ഷെ മതത്തിനും മത സൗഷ്ഠതയ്ക്കും മതമൗലികവാദത്തിനും പല നിർവചനങ്ങളുണ്ട്. അപരന്റെ സ്വരത്തെ സംഗീതമായിട്ട് സ്വീകരിക്കുമ്പോൾ അത് മതസഹിഷ്ണുതയാണ്. അപരന്റെ സ്വരത്തെ അപസ്വരമായിട്ട് സ്വീകരിക്കുമ്പോൾ അതാണ് മൗലികവാദം, അതാണ് മതമൗലികവാദം. ഇന്ന് ഉയർന്നു നിൽക്കുന്നത് എന്താണ്? സഭയുടെ ദൗത്യം ഒരുപക്ഷെ അതിന്റെ വിശാലതയിൽ എത്തിച്ചേരേണ്ടുന്ന സമയം പ്രിയമുള്ളവരെ അതിക്രമിച്ചിരിക്കുകയാണ്. അതാണ് യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് കർത്താവ് നൽകിയ പാഠം. എന്താണ്? നിങ്ങള് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സകലരെയും ശിഷ്യരാക്കിക്കൊള്ളണം. നിങ്ങള് ലോകമെമ്പാടും പോയി സുവിശേഷം അറിയിക്കണം. വീണ്ടും അവിടെ തന്നെ പറയുന്നുണ്ട്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-20 വാക്യം, ആകയാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഉപദേശിച്ച് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളണം. ഈ സാർവലൗകികമായ സുവിശേഷം ഏറ്റെടുക്കുവാനായിട്ട് ഈ പെരുന്നാൾ ഒരു മുഖാന്തരമായി തീരുമോ? പരിമല തിരുമേനി അതിർവരമ്പുകൾ കടന്ന് ലോകത്തിൽ എല്ലായിടത്തും എത്തിച്ചേർന്നു. പരിമല തിരുമേനിയുടെ സുവിശേഷവും വിശുദ്ധിയും എല്ലാ ദേശങ്ങളിലും ഇന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഏറ്റവും കൂടുതലായിട്ട് തീർത്ഥാടനം നടത്തിയിട്ടുള്ള കേന്ദ്രം ഞാൻ പറയും പരിമല തന്നെയാണ്. എന്തുകൊണ്ട്? പരിമല തിരുമേനി ആ കാലഘട്ടത്തിൽ 3 ഭദ്രാസനങ്ങളെ മേയിച്ചുകൊണ്ട് നല്ല നല്ല ശിഷ്യന്മാരെ വാർത്തെടുത്തുകൊണ്ട് ഇന്ന് സഭയിൽ നിറഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ കാലത്തിൽ ജീവിക്കുന്ന പരിശുദ്ധനായ കല്ലാശ്ശേരിയിൽ ബാബാ തിരുമനസുകൊണ്ടും പരിശുദ്ധനായ വട്ടശ്ശേരിയിൽ ബാബാ തിരുമനസുകൊണ്ടും ഒക്കെയും പരിമല തിരുമയുടെ ശിഷ്യഗണത്തിലെ അംഗങ്ങളായിരുന്നു. ആ ശിഷ്യഗണങ്ങളെ വാർത്തെടുത്തുകൊണ്ട് തന്റെ വഴികളെ വിശാലമാക്കുവാനായിട്ട് ആ കാലഘട്ടത്തിൽ ദരിദ്ര ലോകത്തിൽ പരിമല തിരുമേനിക്ക് സാധിച്ചുവെങ്കിൽ, ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് വിശാലതകള് ഏത് രീതിയിലാണ്? സമ്പന്നതയുടെ ലോകം, ഒന്നിനും ഒരു കുറവുമില്ല, വഴികള് മുടക്കപ്പെടുന്നില്ല, അതുപോലെ തന്നെ എല്ലാ രീതിയിലുമുള്ള ഉയർച്ചയുണ്ട്. പക്ഷെങ്കിൽ ഇനിയും സഭ ചെല്ലേണ്ടുന്ന ചില മേഖലകളുണ്ടോ? ഇനിയും സഭ എത്തിച്ചേരേണ്ടുന്നതായിട്ടുള്ള ചില മേഖലകൾ ഇനിയും കാണേണ്ടതായിട്ടുണ്ടോ? ഒരു തിരിച്ചറിവ് ഈ പെരുന്നാളിൽ ആവശ്യമായിട്ടുണ്ട്. വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. അഭിമന്യ തിരുമനസ്സുകൊണ്ട് പറഞ്ഞ സമയം 45 മിനിറ്റാണ്. വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ഒരു 2ാം ശമരിയക്കാരൻ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് യേശുക്രിസ്തുവിന് മുമ്പാകെ കാൽക്കൽ വീണ് നമസ്കരിക്കുന്നു. എന്നിട്ട് ആ 2ാം ശമരിയക്കാരൻ യേശുക്രിസ്തുവിനിട്ട ഒരു പേര്, അവർ ലോർഡ് ഈസ് എ ഗോഡ് ഓഫ് സെക്കൻഡ് ചാൻസ്. നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധനായ പരിമല തിരുമയുടെ മധ്യസ്ഥതാ സഹായം കൊണ്ട് 2ാമത് ഒരു ചാൻസ് ജീവിതത്തിൽ ലഭിച്ചേക്കാം. ബിസിനസ്സിൽ ഉയർന്ന ഒരു പദവി വന്നേക്കാം, ജോലിക്ക് സ്ഥിരത വന്നേക്കാം, നിങ്ങളുടെ വിദ്യാഭ്യാസ രംഗങ്ങളിൽ ഒരുപക്ഷെ നല്ല സമ്പന്നത പ്രാപിപ്പാനായിട്ട് സാധിച്ചേക്കാം. പരിശുദ്ധനായ പരിമല തിരുമയുടെ അപേക്ഷ ശബ്ദം കേട്ട് കർത്താവ് ഊഴങ്ങളുടെ ദൈവമായിട്ട് വന്നു ചേരുമ്പോൾ അവിടെ ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന വെല്ലുവിളി ഈ ശമരിയക്കാരനോട് ചേർത്ത് നിർത്തി എനിക്ക് വായിക്കാനായിട്ട് സാധിക്കുമോ? അദ്ദേഹം നമസ്കരിച്ചു. ആരാധനയുടെ പശ്ചാത്തലത്തിലെ, വിശുദ്ധിയുടെ പശ്ചാത്തലത്തിലെ വലിയ ദൗത്യത്തെ ഈ 2ാം ശമരിയക്കാരൻ ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് വായിച്ച തിരുവചന ഭാഗവും കൂദോശിത്വ പെരുന്നാളിൽ വായിച്ച തിരുവചന ഭാഗവും ഇതിനോട് ബന്ധപ്പെട്ടതാണ്. കാരണം കൂദോശിത്വ സഭയുടെ ശുദ്ധീകരണ പെരുന്നാളിലാണ് വലിയൊരു ദൗത്യം പത്രോസിലേക്ക് എന്താണ് യേശുക്രിസ്തു കൈമാറുന്നത്. ആരാധനയുടെ പശ്ചാത്തലത്തിൽ, വിശുദ്ധിയുടെ പശ്ചാത്തലത്തിൽ അടങ്ങിയിരിക്കുന്ന അന്തർലീനമായിരിക്കുന്ന ദൗത്യ വഴികളെ കണ്ടെത്തുവാനായിട്ട് സഭ ഇനിയും, ഇടവകൾ ഇനിയും മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഓരോ പ്രാദേശിക ഇടവകളും ദൈവ സാന്നിധ്യത്തെ ലോകത്തിനായിട്ട്, പ്രദേശത്തായിട്ട് കാണിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഓരോ ഇടവകയും അതിൻ്റെതായിട്ടുള്ള ഐക്യത്തിൽ കർത്താവിന്റെ അപ്പോസ്തോലിക പാരമ്പര്യത്തെ കാണിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് യൂണിറ്റി ഈസ് ദ മാർക്ക് ഓഫ് അപ്പോസ്തോലിക് ട്രഡീഷൻ. എന്താണ്? ഐക്യമാണ് അപ്പോസ്തോലിക പാരമ്പര്യത്തിന്റെ എല്ലാവിധ അടയാളവും. ഇടവകയ്ക്കോ സഭയ്ക്കോ
സമൂഹത്തിനോ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഐക്യവും കർത്താവിലുള്ള ആരാധനയും കർത്താവിലുള്ള വിശുദ്ധിയും ആവശ്യമായിട്ടുണ്ട്. അങ്ങനെ വിശുദ്ധിയുടെ ആരാധനയുടെയും പശ്ചാത്തലത്തിൽ ദൗത്യത്തിന്റെ വഴികളെ തെരഞ്ഞെടുത്തുകൊണ്ട് അതിനെ സജീവമാക്കുവാനായിട്ട് ഈ പെരുന്നാൾ ഒരു വലിയ വെല്ലുവിളിയായിട്ട് സ്വീകരിക്കുമെങ്കിൽ ഒരു പുതിയ സൃഷ്ടിയായി നവകാഴ്ചപ്പാടുകളോടുകൂടി ഉത്തരാധുനിക ദർശനങ്ങളോടുകൂടി ഈ സമൂഹത്തിലേക്ക് എത്തിച്ചേർന്ന് ഒരു സാക്ഷ്യം ലോകത്തിന് മുമ്പാകെ പറയാനായിട്ട് സാധിക്കും. അനദർ വേൾഡ് ഈസ് പോസിബിൾ. പുതിയൊരു ലോകം സാധ്യമാണ്. അനദർ വേൾഡ് ഈസ് ഇമ്പോസിബിൾ എന്നുള്ളതല്ല, പുതിയൊരു ലോകം സാധ്യമാണ്. എന്നിലൂടെ, എൻ്റെ പ്രവൃത്തിയിലൂടെ, എൻ്റെ ആരാധനയിലൂടെ, എൻ്റെ സഭയിലൂടെ, എൻ്റെ ഇടവകയിലൂടെ പുതിയൊരു ലോകം സാധ്യമാണെന്നുള്ള വലിയൊരു സന്ദേശം ലോകത്തിന്റെ മുമ്പിൽ കൊടുക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കൊക്കെയും സാധിക്കും. അങ്ങനെ രണ്ടാം ശമരിയാക്കാരൻ കാണിച്ചു തന്ന ആത്മീയ പാഠം എന്താണ്? യു ആർ മൈ ലോർഡ്, യു ആർ മൈ ഗോഡ്, മൈ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് സെക്കൻഡ് ചാൻസ്. അദ്ദേഹത്തിന് കൊടുക്കുന്ന വലിയ ഒരു ദൗത്യം, എറേസ് ആൻഡ് ഗോ, erase and pray, the journey will be too much for you. പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. വില്യം കേറി ഭാരതത്തിലേക്ക് മിഷണറി ആയിട്ട് വന്നു ചേരുകയാണ്. തന്റെ ഭാര്യയും 3 മക്കളുമായിട്ട് ഭാരത സുവിശേഷീകരണത്തിനായിട്ട് വന്നു ചേരുമ്പോൾ വില്യം കേറി കേട്ട ശബ്ദവും ഇത് തന്നെയായിരുന്നു, erase and go, erase and pray. എനിക്ക് ധാരാളം ദൂരം യാത്ര ചെയ്യാനായിട്ടുണ്ട്. ഈ ഭാരതത്തിലേക്ക് വന്നു ചേരുമ്പോൾ വില്യം കേറിയുടെ ഇളയ മകൻ പീറ്റർ മരണമടയുകയാണ്. വിശപ്പ് കൊണ്ട് മരണമടഞ്ഞ് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോവുകയാണ്. വില്യം കേറിയുടെ ഭാര്യ മാനസിക രോഗിയായിട്ട് മാറി. തന്റെ മുമ്പിൽ ഒരുപാട് വെല്ലുവിളികളെ ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു. എന്താണ്? അവിടെയും കേട്ട ദൈവശബ്ദം, എറൈസ് ആൻഡ് ഗോ, എറൈസ് ആൻഡ് പ്രേ. എഴുന്നേൽക്കുക, പോകുക, എഴുന്നേൽക്കുക, പ്രാർത്ഥിക്കുക. നിനക്ക് ധാരാളം ദൂരം യാത്ര ചെയ്യാനായിട്ടുണ്ട്. വില്യം കേറി ഭാരതത്തിൽ വന്ന് വേദപുസ്തകം 33 ഭാഷകളിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു. വില്യം കേറി സെറാംപൂർ യൂണിവേഴ്സിറ്റിക്ക് കല്ലിട്ടു, അതിന് തുടക്കം കുറിച്ചു. വില്യം കേറി എഴുതി വെച്ചു, എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് വൻ കാര്യങ്ങളെ പ്രതീക്ഷിക്കുക. കൂട്ടിച്ചേർത്ത് പറഞ്ഞു, അറ്റൻഡ് ഗ്രേറ്റ് തിങ്സ് ഫോർ ഗോഡ്. ക്രിസ്തുവിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുക, ക്രിസ്തുവിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുക, ക്രിസ്തുവിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.